எப்பவுமே லூஸ் மோஷன் மாதிரி பின்னாடி போனா யூரின் மாதிரி முன்னாடி போனா ஆசைப்படு, அப்பதான் வாழ்க்கையில முன்னுக்கு வருவேன். ഈ നേരത്തെ എന്താടാ, എന്താ കാര്യം? അതിരിക്കട്ടെ, നീ എന്താ ക്ലാസ്സിൽ വന്നില്ല മച്ചാ? ഇപ്പൊ ഒരു കാര്യം ഓർത്ത്, സെക്കൻഡിൽ നന്ദൻ നിന്നെ അന്വേഷിച്ചു, നിന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞിരുന്നു. ഈ സമയത്താണ് റീചാർജ് ചെയ്യാൻ പോകുന്നത്. നാളെ കോളേജ് വെച്ച് കണ്ട് പറഞ്ഞാ പോരെ? എന്തോ വായിക്കോ, എനിക്ക് ഉറക്കം വരും. നാളെ കോളേജ് വെച്ച് കാണാം. ബൈഡാ. ഇന്നലെ കണ്ട അതേ കുളിച്ചിട്ടുണ്ട് കണ്ണേ. സതി, വാതിൽ തുറന്ന്. സതി, പെട്ടെന്ന് വാതിൽ തുറക്ക്. സതി, പെട്ടെന്ന് വാതിൽ തുറക്ക്. ആരാണ് വൈകുന്നേരത്ത് മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കില്ല. സ്വിച്ച് എവിടെ? എന്താ ഒന്ന് പെട്ടെന്ന് വന്നേ. റോഡിൽ ഒരു ആക്സിഡന്റ്, ഒരു പയ്യൻ ചോരയിൽ കുളിച്ച് കിടക്കുന്നു. ആക്സിഡന്റോ? എവിടെ? അതൊക്കെ ഞാൻ പറയാം, നീ ഷർട്ടൊന്നും എടുത്തിട്ടേ. ഒരു മിനിറ്റ്. ഒരു കാര്യം മറന്നു. എന്താടാ? ഷെഡിടില്ലടാ. ഓ, സെയിം പിച്ച്. നീ വാ. ഡോറ് അതൊക്കെ ഞാൻ അടച്ചു. നീ വാ. വല്ല വണ്ടി വിളിക്കും, വല്ല വണ്ടി വണ്ടി തന്നെ നടക്കും. എന്താ പ്രശ്നം? ആക്സിഡന്റ് ചേട്ടാ, പുതിയ വണ്ടിയാണ്. ശരിയാ ചേട്ടാ, ചേട്ടാ ചേട്ടാ. ആക്സിഡന്റ് പെട്ടെന്ന് സമൂഹം ഇങ്ങനെ മാറിയത്? അയാൾ ജീവന് വേണ്ടി തുടിക്കുമ്പോൾ ആരും രക്ഷിക്കാനില്ലാത്തത്? അത് വേറൊന്നും കൊണ്ടല്ല, പോലീസും കേസും എല്ലാം പേടിച്ച് വാദി പ്രതിയാവുന്ന കാലമാണ്. അല്ലാതെ സഹായിക്കാൻ മനസ്സിലാക്കുന്നത് കൊണ്ടല്ല. അതും ശരിയാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒരു മണിയായി. ഇന്നത്തെ ഉറക്കം പോയി, ആ കുളിസീനും മിസ്സായി. അല്ല, അവിടെ 2 ബൈക്ക് ഉണ്ടായിരുന്നില്ലേ? ഒരു
ബൈക്കിലെ ആൾ നമ്മൾ കൊണ്ടുവന്നു. ഇനിയൊരു ബൈക്കിലെ ആൾ അത് ഞാനായിരുന്നറാ. അവിടെ വെച്ച് ഞാൻ ഡോറ് അതൊക്കെ ഞാൻ അടച്ചു. നീ വാ. ഒരു ആത്മാവ് കാണിച്ച ഈ നല്ല മനസ്സ് ജീവിച്ചിരിക്കുന്ന നമ്മളിൽ പലരും കാണിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് ജീവനുകളും ഒരുപാട് ജീവിതങ്ങളും ഇന്ന് രക്ഷപ്പെടുമായിരുന്നു.